അവരുടെ 4 അയലത്തെത്താൻ കഴിയുമോ? നമുക്ക് ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് സാധ്യമല്ല. അവിടുത്തെ ശരീരത്തെ സ്നേഹിച്ചവരാണ്, ആദർശത്തെ സ്നേഹിച്ചവരാണ്. അങ്ങനെയുള്ള സഹാബത്ത് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചത്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ വിശ്വസിച്ചത്? അല്ലാഹുവിനെ പറ്റി വിശ്വസിക്കും പോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും എല്ലാം കേൾക്കാൻ കഴിയുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടുണ്ടോ? എല്ലാം കാണാൻ കഴിവുണ്ടെന്ന് സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ടോ? അവിടുന്ന് എല്ലാ വിളികളും കേൾക്കുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? അവിടുത്തേക്ക് എല്ലാത്തിനും കഴിയുമെന്ന് സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ടോ? ജീവിതകാലത്ത് പോലും, പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജീവിതകാലത്ത് പോലും ഒരൊറ്റ സ്വഹാബ പുരുഷനും ഒരൊറ്റ സ്വഹാബ വനിതയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എല്ലാം കാണാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, എല്ലാം കേൾക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, എല്ലാത്തിനും കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. അത് മൗലവിമാരെ നിങ്ങൾ വെറുതെ പറയുന്നതല്ലേ? നിങ്ങൾക്കെന്താ തെളിവ്? തെളിവ് ആ സഹാബത്തിന്റെ ജീവിതം തന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സഹാബത്ത് ദീൻ പഠിച്ചത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് നബി തിരുമേനിയുടെ കൂടെ തന്നെ കഴിഞ്ഞിരുന്ന സഹാബിമാര്, അവർക്കതാ അവർ പല വീടുകളിലല്ലേ താമസിച്ചിരുന്നത്. അവർക്ക് ദീന് പഠിക്കാനുള്ള അവലംബം അന്നത്തെ അധ്യാപകൻ ആരാണ്? അവർക്കുള്ള ഇമാം ആരാണ്? അവർക്കുള്ള ഖാളി ആരാണ്? അവർക്കുള്ള രാജാവ് ആരാണ്? അവർക്കുള്ള മന്ത്രി ആരാണ്? അവർക്കെല്ലാമുള്ള നേതാവ് ആരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. എന്ത് പ്രശ്നം വരുമ്പോഴും അവിടുത്തോട് വന്നുകൊണ്ടാണ് പറയുന്നത്. അതാ അങ്ങനെ വല്ല കാര്യങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാൻ ഏതെങ്കിലും ഒരു സഹാബ പുരുഷനോ ഉമ്മക്കോ അങ്ങനെ ആഗ്രഹം തോന്നിയാൽ അവരെന്താ ചെയ്യാറുള്ളത്? എന്താ അവർ ചെയ്യാറുള്ളത്? അവരുടെ വീടുകളിൽ ഇരുന്നിട്ട് നമ്മുടെ നേതാവതാ മദീനത്തെ വീട്ടിലുണ്ടല്ലോ, അല്ലെങ്കിൽ മദീന പള്ളിയിലുണ്ടല്ലോ, നമുക്കൊന്ന് വിളിക്കാം, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ നബിയേ, അങ്ങേക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയ നേതാവാണല്ലോ, അങ്ങയുടെ കാഴ്ചക്ക് പരിധിയില്ലല്ലോ, അങ്ങയുടെ കേൾവിക്ക് പരിധിയില്ലല്ലോ, അതുകൊണ്ട് എന്റെ ആഗ്രഹം ഇപ്പോൾ നിവർത്തിച്ചു തരണേ എന്ന് ഏതെങ്കിലും ഒരു സഹാബി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കാത്ത കാണാത്ത ദൂരത്ത് നിന്ന് വിളിച്ചതായി രേഖയുണ്ടോ? വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഖുർആനിൽ കാണാം, യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ. ചോദിക്കാനതാ നബി തിരുമേനി എവിടെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് അവിടേക്കാണ് വരുന്നത്. എന്താ കാരണം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുത്തേക്ക് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ പോയിട്ട് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് വിളിച്ചാലേ അവിടുന്ന് വിളി കേൾക്കൂ എന്ന് ആര് വിശ്വസിക്കുന്നു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു, എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു സഹാബി ദൂരത്ത് നിന്ന് നബി കേൾക്കാത്ത സ്ഥലത്ത് വെച്ച് ഹയാത്ത് കാലത്തെങ്കിലും നബി തിരുമേനിയെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. എന്ത് പറയുമ്പോഴും നബിയുടെ മജ്ലിസിൽ വരികയാണ്. കാരണം മജ്ലിസിലെത്താതെ ദൂരെ നിന്ന് വിളിച്ചാൽ കേൾക്കാനുള്ള കഴിവ് അല്ലാഹ്ക്ക് മാത്രമേയുള്ളൂ. എല്ലാം കേൾക്കാനും കാണാനും ഒരു പരിധിക്കും നിയന്ത്രണത്തിനും വിധേയമല്ലാതെ അറ്റമില്ലാത്ത കാഴ്ചയും കേൾവിയുമൊക്കെയുള്ളത് അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രമാണ്. അത് ഞങ്ങളുടെ പുന്നാര നബിക്ക് പോലും ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചവരാണ് സ്വഹാബിമാർ. ആ വിശ്വാസം നമ്മളും ഉൾക്കൊണ്ടാൽ അത് നബിതങ്ങളെ പരിഹസിക്കലാകുമോ? അത് നബിതങ്ങളെ കൊച്ചാക്കലാണോ? അത് നബിതങ്ങളുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്തലാണോ? എങ്കിൽ സ്വഹാബിമാരൊക്കെ ആ പണി ചെയ്തവരാണെന്ന് പറയേണ്ടി വരില്ലേ? മഅദല്ലാഹ്, അങ്ങനെ നമുക്ക് വിശ്വസിക്കാനോ പറയാനോ പാടില്ലല്ലോ, പാടില്ല. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. അവർ വിളിച്ചോ? ഇല്ല. ജീവിതകാലത്ത് പോലും വിളിച്ചില്ല. പറയാനുള്ളതൊക്കെ അടുത്ത് വന്ന് പറയാണ്. ഇനി എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി വരുന്ന നേരത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണെങ്കിൽ സഹാബിമാര് കാത്തു നിൽക്കും. എന്തിന്? അവിടുന്ന് ഉറക്ക് തെളിയട്ടെ. കാരണം എന്താ? ഉറങ്ങുന്ന നബിയോട് പറഞ്ഞാൽ അവിടുന്ന് കേൾക്കില്ല. അതുകൊണ്ട് ഉറക്കുണരട്ടെ എന്ന് സഹാബത്ത് കാത്തു നിൽക്കുന്നു. എന്തേ? സഹാബത്തിന് നബിയോട് ബഹുമാനല്ലേ? സഹാബിമാർക്കൊന്നും അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹല്ലേ?
എന്തേ നബിയെക്കുറിച്ച് സഹാബിമാരൊക്കെ ഇങ്ങനെ വിശ്വസിച്ചത്? അങ്ങനെയാണ് വിശ്വസിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ. അതാണ് യഥാർത്ഥമായ സ്നേഹം. അതാണ് യഥാർത്ഥമായ സ്നേഹം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇന്നിതാ ആളുകൾ അതാ അവിടുന്ന് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇതാ ദൂരദിക്കുകളിൽ വെച്ച് എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും അതാ നബിദിന റാലികളിൽ അതുപോലെ തന്നെ സഹാത്ത് നഗറുകളിലൊക്കെ വെച്ചുകൊണ്ട് റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഫി ശദീദി ഫഅസ്ഇദി. നബിമാരുടെ മുഴുവൻ നേതാക്കളുടെ മുഴുവൻ നേതാവായ നബിയേ, അങ്ങയോടിതാ ഞാൻ എന്റെ സർവ്വരൂപത്തിലുള്ള പ്രയാസങ്ങളും പറയുന്നു. എന്റെ വിഷമങ്ങളൊക്കെ അങ്ങൊന്നറിയുന്നില്ലേ? എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങൊന്നറിയുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുദ് ബിയദി, എന്റെ കൈപിടിക്കണേ. ഉൻദുർന, ഞങ്ങളെ നോക്കുന്ന നബിയേ, ഞങ്ങളെ അങ്ങൊന്ന് കാണുന്നുണ്ടല്ലോ നബിയേ, ഞങ്ങളെ അങ്ങൊന്ന് ദർശിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വിളി അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ അങ്ങറിയുന്നുണ്ടല്ലോ നബിയേ. അതുകൊണ്ട് ഞങ്ങളെ അതിരിക്കിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കൈ പിടിക്കണേ, എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് തേടുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ? ഒരിക്കലുമല്ല സുഹൃത്തേ, ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് വരെ സഹാബത്തിന് പ്രശ്നമുണ്ടായിട്ട് വിഷമമുണ്ടായിട്ട് ജീവിച്ചിരിക്കുന്ന നബിയോട് വരെ കേൾക്കാത്ത ദൂരത്ത് നിന്നവര് വിളിച്ചിട്ടില്ല. പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഴയില്ലാതെ വിഷമിച്ചപ്പോ ദൂരദിക്കിൽ നിന്ന് സഹാബി വന്നുകൊണ്ട് പറഞ്ഞില്ലേ, നബിയേ, നാടൊട്ടാകെ വരൾച്ചയായി പോയി, കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങിപ്പോയി, കൃഷികളൊക്കെ വറ്റി വരണ്ടുണങ്ങിപ്പോയി നബിയേ, തടാകങ്ങളും കുളങ്ങളും ഒക്കെ വറ്റി വരണ്ടു പോയി, മഴയില്ലല്ലോ നബിയേ, ഉദുല്ലോ, അല്ലാഹുവോട് തങ്ങളൊന്ന് ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തില്ലേ, മഴ കിട്ടിയില്ലേ? അതാ പിറ്റേ ആഴ്ചയതാ ആ സഹാബി തന്നെ എന്ന റിപ്പോർട്ടിലുണ്ട്, അതാ ദൂരദേശത്ത് നിന്ന് ചെളിയും വെള്ളവും ഒക്കെ ചാടിക്കടന്നിട്ട് പള്ളിയിൽ വന്നുകൊണ്ട് പറയാണ്, ഓ നബിയേ, മഴ കൂടിപ്പോയി, മഴ കൂടിയിരിക്കുന്നു, നിൽക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു ഉത്തരം ചെയ്യുന്നു. മദീനയുടെ പരിസരങ്ങളിൽ പെയ്യുന്നു, അവിടെ മഴയില്ല. നബി തങ്ങളുടെ ദുആയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതാ അവിടുന്ന് ദുആ ചെയ്യുന്നു. അങ്ങനെ അല്ലാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജീവിതകാലത്ത് അവിടുത്തെ ഹളറത്തിൽ വന്നുകൊണ്ട് ആവശ്യപ്പെടുകയല്ലാതെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും അവിടുന്ന് കേൾക്കാത്ത ദൂരത്ത് വെച്ച് നബിയെ ഞങ്ങളെ സഹായിക്കണേ എന്നോ അല്ലെങ്കിൽ നബിയെ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണേ എന്നോ സ്വഹാബിമാര് പറഞ്ഞുവോ? ഇല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഒരു സഹാബി, ആ സഹാബിയെ കൊല്ലാനതാ ശത്രുക്കൾ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി നിർത്തിയിട്ടതാ കൊലക്കത്തി ഇങ്ങനെ കഴുത്തിലിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് അതാ വധശ്രമം നടക്കുകയാണ്. കൊല്ലാൻ പോകുന്ന നേരം, ഒരു മനുഷ്യന്റെ ജീവൻ പോകുന്ന നേരത്തേക്കാൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഇനി ഏത് സമയത്താണ്? അതിനോടും ഒരു പ്രയാസമുള്ള ഘട്ടം ഏതാണ്? ഇതോ ഇപ്പൊ ജീവൻ പോകും എന്ന് വരുന്ന ഒരു നേരം, ആ സന്നിഗ്ധ ഘട്ടത്തിൽ, അപകടഘട്ടത്തിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് അറിയാം, എന്റെ നേതാവ് മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്, അവിടുന്ന് ഇപ്പോൾ എന്നെ കാണുന്നില്ല, അവിടുന്ന് ഇപ്പോൾ ഞാൻ വിളിച്ചാൽ കേൾക്കില്ല, എന്റെ ഹബീബ് എനിക്കകപ്പെട്ട ആപത്ത് അറിഞ്ഞിട്ടില്ലല്ലോ, അതറിയിക്കാൻ എനിക്കെന്താ മാർഗം? ഞാൻ ഇവിടുന്ന് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അവിടുന്ന് കേൾക്കില്ലല്ലോ, അവിടുന്ന് കാണില്ലല്ലോ. ഇനി അവിടുത്തേക്ക് വിവരം എത്തിക്കാൻ എന്താണ് മാർഗം? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ, എന്നെ കേൾക്കുന്ന